അയ്യോ, എന്റെ കൺമണി രാമൻ നിദ്രയിലാണ്ടുപോയോ? എന്റെ അരുമപുത്രനായ രാമനെ പിരിഞ്ഞ് എനിക്കൊരു നിമിഷം പോലും ഇരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ജന്മം നൽകാതെ ജന്മം നൽകിയ എൻ്റെ പ്രിയപുത്രൻ രാമനെയും അവൻ്റെ തിരുമുഖവും കൃപ ചൊരിയുന്ന നോട്ടവും സ്നേഹത്തോടെയുള്ള സംസാരവും ഓർത്താൽ നിദ്ര പോലും എനിക്ക് വരുന്നതേയില്ല. അതുകൊണ്ടാണ് അവൻ ഉണർന്നിരുന്നാൽ വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും കേട്ടറിയാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാണ്. അവൻ നിദ്രയിലാണ്ടിരിക്കുന്നു. എന്റെ കൺമണി രാമന്റെ മുഖത്ത് വിയർപ്പിന്റെ കണങ്ങൾ. സുമിത്രേ, ദാ നോക്ക്. നമുക്ക് മാത്രമാണ് രാമനെ കാണാതെ ഉറക്കമില്ലെന്ന് കരുതി ഇവിടേക്ക് വന്നപ്പോൾ ദാ കൈകേയി നമുക്ക് മുന്നേ വന്ന് അവനെ വീശിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. കൈകേയിക്കാണെങ്കിൽ രാമനോട് അകമഴിഞ്ഞ സ്നേഹവും വാത്സല്യവും ഉണ്ട്. ഞാൻ 10 മാസമാണ് രാമനെ എന്റെ വയറ്റിൽ ചുമന്ന് പ്രസവിച്ചത്. എന്നാൽ കൈകേയിയോ, അവൻ ജനിച്ചത് മുതൽ അവനെ തന്റെ നെഞ്ചിലല്ലേ ചുമന്ന് ജീവിച്ചത്. അതേ ജ്യേഷ്ഠത്തെ, അതുകൊണ്ടാണ് തന്റെ നിദ്രയെപ്പോലും ഗൗനിക്കാതെ വന്ന് രാമനെ ഉറങ്ങാൻ സഹായിക്കുന്നത്. നമ്മൾ ചെന്ന് സംസാരിച്ചാൽ കൈകേയിയുടെ സേവ തടസ്സപ്പെടും. അതോടെ നാളെ ഊണും ഉറക്കവും ഇല്ലാതെ ഈ ലോകഭാരം ചുമക്കാൻ പോകുന്ന നമ്മുടെ പുത്രന്റെ ഉറക്കവും കെടും. ഗുരുദേവ, എന്റെ ജീവനിൽ ജ്വലിക്കുന്ന ജ്യോതി പോലെ ഞാൻ ബഹുമാനിക്കുന്ന ശ്രീരാമൻ, പിന്നെ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 4 പേർക്കും വേദങ്ങൾ മുതൽ വിദ്യകൾ വരെ സകല കലകളും പഠിപ്പിച്ചുകൊടുത്ത് വിലമതിക്കാനാവാത്ത 4 മാണിക്യങ്ങളാക്കി എന്നെ തിരിച്ചേൽപ്പിച്ചു. ഇനി അവരുടെ ഭാവി കാലത്തെ എങ്ങനെ സജ്ജീകരിക്കണമെന്ന് താങ്കൾ തന്നെയാണ് പറയേണ്ടത്. ദശരഥ, സാധാരണ മനുഷ്യർക്ക് അവർ ജനിച്ച ജാതകമനുസരിച്ച് നമ്മുടെ അറിവിന്റെ കഴിവുകൊണ്ട് അവരുടെ ജീവിതം സജ്ജീകരിക്കാൻ നിർവചനങ്ങൾ പറയാം. പക്ഷേ അങ്ങയുടെ പുത്രന്മാരോ ഈ ഭൂലോകത്തിനു ലഭിച്ച മഹത്തായ പിറവികളാണ്. അതിലങ്ങയുടെ മൂത്തപുത്രൻ രാമനോ ഒരവതാരപുരുഷന്റെ പ്രൗഢിയിൽ നിൽക്കുന്നു. എന്നുവച്ചാൽ എന്റെ പുത്രൻ രാമന്റെ ഭാവികാലം അത് നമ്മൾ ക്ഷമയോടെ കണ്ടുതന്നെ അറിയണം. അവതാരപുരുഷന്മാരുടെ ചെയ്തികൾ കണ്ട് അത്ഭുതപ്പെടുന്ന ഭക്തന്മാരായിരിക്കുക എന്നതല്ലാതെ അവർക്ക് ഭാവി ജീവിതം പ്രദാനം ചെയ്യുന്ന വിദഗ്ധന്മാരായി തീരാൻ നമുക്കാവില്ല. മഹാരാജാവിന് പ്രണാമം. എന്താണ് വാർത്ത? മഹാരാജൻ, അങ്ങയെ കാണാൻ മഹാമുനി വിശ്വാമിത്രൻ വന്നിരിക്കുകയാണ്. എന്ത്? ഇന്ദ്രനെ എതിർത്ത് ത്രിശങ്കു സ്വർഗം സൃഷ്ടിച്ച് ബ്രഹ്മശ്രീ വിശ്വാമിത്രനാണോ വന്നിരിക്കുന്നത്? ഗുരുദേവ, അദ്ദേഹം അയോധ്യയിലേക്ക് വന്നതിന്റെ കാരണം എന്തായിരിക്കും? ദശരഥ, കാരണം എന്തായിരുന്നാലും നല്ലവർ വന്നുകഴിഞ്ഞാൽ നന്മയേ ഉണ്ടാവൂ. നമുക്ക് ചെന്ന് അദ്ദേഹത്തെ വരവേൽക്കാം. സ്വാഗതം. വന്നാലും രാജശ്രീ വിശ്വാമിത്ര മഹർഷിക്ക് ദശരഥന്റെ പ്രണാമം. ബ്രഹ്മർഷി വിശ്വാമിത്രന്റെ വരവ് നല്ലതിനാകട്ടെ. അങ്ങയുടെ തൃപ്പാദങ്ങൾ ഈ മണ്ണിൽ പതിച്ചയുടൻ ഈ അയോധ്യ രാജ്യം തന്നെ പുണ്യമടഞ്ഞിരിക്കുന്നു. കോസലദേശത്തിന്റെ അധിപതി വിജയിക്കട്ടെ. ശംഭകാസുരനെ തോൽപ്പിച്ച ചക്രവർത്തി ദശരഥൻ വിജയിക്കട്ടെ. മഹാരാജൻ, അങ്ങും അങ്ങയുടെ ഈ പ്രജകളും എന്നെന്നും നന്നായിരിക്കട്ടെ. വരൂ, ഉപവിഷ്ടനായാലും.
സ്വാമി, അങ്ങയുടെ ദർശനത്താൽ മൂർത്തി, തലം, തീർത്ഥം എന്നീ 3 ഫലങ്ങൾ ലഭിക്കുന്ന എല്ലാ പുണ്യക്ഷേത്രങ്ങളും ഒരുപോലെ ദർശിച്ച ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ദശരഥ, അങ്ങയുടെ ഈ ഉപചാര രീതികൾ എന്നെ വളരെയധികം സന്തോഷത്തിലാഴ്ത്തുകയാണ്. ഒരു ചെറിയ സഹായം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. നിറവേറ്റുമോ താങ്കൾ? ബ്രഹ്മമഹർഷി, അങ്ങ് ആശകളെ ജയിച്ചവനാണ്. അങ്ങനെയുള്ള താങ്കൾ ആശിക്കുന്നത് എന്തുതന്നെയായിരുന്നാലും കൽപ്പിച്ചാലും അതെത്ര കഠിനമായതായാലും ഞാൻ നിറവേറ്റിയിരിക്കും. അങ്ങയെപ്പോലെയുള്ള മഹാന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സന്ദർഭം കിട്ടുന്നത് വലിയ ഭാഗ്യമല്ലേ? വളരെ സന്തോഷം ദശരഥ. ഞാൻ ഈ ലോകത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി ഒരു യാഗം ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ഞാൻ വസിച്ചുകൊണ്ടിരിക്കുന്ന വനത്തിലെ അസുരന്മാർ ആ യാഗം നടത്താൻ സമ്മതിക്കാതെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെയോ മുനിശ്രേഷ്ഠ? ഞാൻ തന്നെ ചതുരംഗ സേനയുമായി വന്ന് ആ അസുരന്മാരെ നശിപ്പിച്ച് അങ്ങയുടെ യാഗം ഗംഭീരമായി നടക്കാൻ ഏർപ്പാട് ചെയ്യാം. ദശരഥ, ആ അസുരന്മാരെ നശിപ്പിക്കാൻ അങ്ങയെക്കൊണ്ട് കഴിയുമെന്നുള്ളത് എനിക്കറിയാത്ത കാര്യമല്ല. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരവതാര പുരുഷനെയാണ്. അങ്ങനെ ഒരാൾ എന്റെ നാട്ടിൽ ആരാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തെ ഉടനെ വിളിപ്പിച്ച് അങ്ങയോടൊപ്പം പറഞ്ഞയക്കാം. വേറെ ആരെയും വേണ്ട. അങ്ങയുടെ മൂത്ത പുത്രൻ രാമനെ എന്നോടൊപ്പം പറഞ്ഞയക്കണം. എന്ത്? എന്റെ പുത്രൻ രാമനെയോ? അതെ, അവൻ അങ്ങയുടെ മാത്രം മകനല്ല, ഈ ലോകത്തെ തന്നെ രക്ഷിക്കാൻ വന്ന ഉത്തമൻ. അവനെക്കൊണ്ട് മാത്രമേ ആ അസുരന്മാരെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. സ്വാമി, 60 വർഷം പുത്രന്മാരില്ലാതെ വേദനിച്ച എനിക്ക് ദൈവകൃപയാൽ ജനിച്ചതാണ് എന്റെ 4 മക്കളും. അവരിൽ മൂത്തവനായ ചെന്താമര പോൽ നയനമുള്ള എന്റെ രാമനെ ഞാൻ എന്റെ ജീവനേക്കാൾ ഏറെയാണ് സ്നേഹിക്കുന്നത്. എന്റെ രാമൻ എന്തെങ്കിലും സംഭവിച്ചാൽ കഴിയില്ല. രാമനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല സ്വാമി. ദശരഥ, ഇതാണോ നീ മുമ്പ് പറഞ്ഞ വാക്കുകളുടെ മഹത്വം? എത്ര കഷ്ടപ്പെട്ടും എന്നോട് ചെയ്ത സത്യത്തെ നിറവേറ്റിയ നിന്റെ കുലത്തിൽ പിറന്ന ഹരിചന്ദ്രൻ എവിടെ? നീ എവിടെ? ഞാൻ വിചാരിച്ചാൽ എന്റെ യാഗം സംരക്ഷിക്കാൻ ഒരു വീരനെ എന്നെ കൊണ്ടെന്താ സൃഷ്ടിക്കാൻ കഴിയില്ലേ? എന്നാൽ അതിന്റെ മഹത്വം നിന്റെ മകൻ രാമന് ലഭിക്കട്ടെ എന്ന് കരുതിയാണ്. അങ്ങയുടെ ആവശ്യം നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സ്വാമി. പക്ഷേ എന്തു പക്ഷേ? എനിക്കാവശ്യമില്ല അങ്ങയുടെ പക്ഷേ. ഞാൻ പോകുന്നു. സ്വാമി, വിശ്വാമിത്ര മഹർഷി, കോപം വേണ്ട. നമ്മൾ ഇരുവരും താപസന്മാരാണ്. അങ്ങേക്കൊരു പ്രശ്നം വന്നാൽ അതെന്റെയും കൂടെ പ്രശ്നമല്ലേ? അങ്ങ് പറയുന്നത് സത്യമാണെങ്കിൽ ഇതുവരെ എന്തിനാണ് മൗനമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്? ദശരഥൻ പുത്രസ്നേഹത്താൽ അദ്ദേഹത്തിന്റെ രാമനെ വിട്ടുപിരിയാൻ മനസ്സില്ലാതെ തുടിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ മൗനമായിരുന്നത്. അങ്ങൊരൽപ്പം ക്ഷമിച്ചാലും മഹാരാജനെ പറഞ്ഞു മനസ്സിലാക്കി രാമനെ അങ്ങയോടൊപ്പം പറഞ്ഞയക്കാൻ ഏർപ്പാട് ചെയ്യാം. അവൻ വംശാഭിമാനം കാത്തുസൂക്ഷിച്ചില്ല. കുലഗുരുവിന്റെ അഭിപ്രായം മാനിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ദശരഥ, വിശ്വാമിത്രൻ ത്രികാലജ്ഞാനിയായ മുനിയാണ്. നാളെ സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിഞ്ഞാണ് രാമനെ ആവശ്യപ്പെടുന്നത്. അങ്ങ് സന്തോഷത്തോടെ രാമനെ അദ്ദേഹത്തോടൊപ്പം അയക്കൂ. ആ യാത്ര ഈ അയോധ്യയ്ക്കു മാത്രമല്ല, സർവലോകത്തിനും നന്മയെ വരുത്തൂ. ഗുരുദേവ. മഹാരാജൻ, ഭയക്കണ്ട. സന്തോഷത്തോടെ രാമനെ പറഞ്ഞയക്കൂ. മഹാരാജൻ, വിശ്വാമിത്രനെ ഒരു സാധാരണ മുനിവരനായി കരുതരുത്. ദേവാസുരന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ മുതലായ ആർക്കും തന്നെ അറിയാത്ത അസ്ത്രവിദ്യകൾ ഇദ്ദേഹത്തിനറിയാം. അദ്ദേഹം രാജാവായിരുന്നപ്പോൾ തന്നെ ശിവന്റെ പക്കൽ നിന്ന് സകല അസ്ത്രദേവതകളും തന്നിൽ കുടികൊള്ളാനുള്ള വരം വാങ്ങിയതാണ്. അതുമാത്രമല്ല, ഇതുവരെ ഇല്ലാത്ത അപൂർവ അസ്ത്രങ്ങളെയും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. ആ അസ്ത്രങ്ങൾ കൊണ്ട് അങ്ങയുടെ പുത്രൻ അസുരന്മാരാൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ കാക്കും. അവിടുന്ന് നിർഭയത്തോടെ
രാമനെ അദ്ദേഹം ചോദിച്ചതുപോലെ അദ്ദേഹത്തോടൊപ്പം അയക്കൂ. അങ്ങനെ ആകട്ടെ ഗുരുദേവ. അങ്ങ് പറഞ്ഞത് പ്രകാരം വിശ്വാമിത്ര മുനിയോടൊപ്പം രാമനെ ഞാൻ പറഞ്ഞയക്കാം. ബ്രഹ്മർഷിയെ, സന്തോഷം. പ്രഭു, രാമൻ നമ്മുടെ കുലവിളക്കാണ്. ഗുരുകുലവാസം കഴിഞ്ഞ് ഇപ്പോ കൊട്ടാരത്തിലേക്ക് തിരികെ വന്നതേ ഉള്ളൂ. അവനെ കല്ലും മുള്ളും നിറഞ്ഞ വനത്തിലേക്ക്, അതും കായ്കനികളും കിഴങ്ങുകളും മാത്രം ഭക്ഷിക്കുന്ന മുനിയുടെ കൂടെ അയക്കുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞയച്ച മഴക്കാലത്തെ തണുത്ത മേഘത്തെ പോലെ ഉറഞ്ഞിരിക്കും അവന്റെ മേനി. വനത്തിലെ സാഹചര്യത്തിൽ ഉണങ്ങിയ കരിയില പോലെ പാടി വലഞ്ഞു പോവില്ലേ? അതും സത്യമാണ്. കൊച്ചുകുട്ടികളെപ്പോലെ ഓമനത്തം വിട്ടുമാറാത്തവനാണ് രാമൻ. അവനെ വലിയ അസുരന്മാരുടെ അടുത്തേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി അയക്കുന്നത് എത്രയോ വലിയ തെറ്റാണ്. പ്രഭു, രാമൻ ജനിച്ചപ്പോൾ മുതൽ നമ്മുടെ ഈ കൊട്ടാരം വസിഷ്ഠ മഹർഷിയുടെ ഗുരുകുലവുമല്ലാതെ വേറെ എവിടേക്കെങ്കിലും തനിച്ചു പോയിട്ടുണ്ടോ? അവൻ ഞങ്ങളെ കാണാൻ വന്നാൽ പോലും പളുങ്ക് തറയിൽ തോഴിമാർ പട്ടു തുണി വിരിച്ച് ഇളം മലരുകൾ തൂകി അതിന് മുകളിലൂടെ അവൻ നടന്നു വരൂ. ഇത്രയും വൈഭവങ്ങളോടെ വാഴുന്ന നമ്മുടെ പുത്രനെ വിശ്വാമിത്രന്റെ കൂടെ വലിയ അസുരന്മാരെ എതിർത്ത് യുദ്ധം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. മഹാറാണി കൈകേയി, കൈകേയി ധീരമുനിവര്യനായ ദുർവാസാവിനെ സേവിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ ദൃഢമായ ഇരുമ്പ് കരങ്ങൾക്ക് ജന്മം നൽകിയവളാണ്. എന്നാലും ഇതു ചെയ്യാൻ ഇവനു മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിശ്വാമിത്രമുനി തന്റെ യാഗത്തെ സംരക്ഷിക്കാൻ ശ്രീരാമനെ ചോദിക്കുന്നത്. സ്വാമി, രാമൻ ചെറിയ കുട്ടിയല്ലേ? മഹാറാണി, നമ്മളെക്കാൾ കൂടുതൽ കുട്ടികളോട് സ്നേഹമുള്ളയാളാണ് ആ ബ്രഹ്മർഷി. യാഗപ്പുഴുവായി രൂപപ്പെട്ട് തന്റെ വത്സലപുത്രനായ ശുഭസേനൻ എന്നയാളോട് ദയവ് കാണിച്ച് അയാളെ സംരക്ഷിക്കുവാൻ വേണ്ടി തന്റെ പുത്രന്മാരെ തന്നെ ശപിച്ചയാളാണ്. അതുമാത്രമല്ല, ആ ശുഭസേനന് വരുണമന്ത്രം ചൊല്ലിക്കൊടുത്ത് അത് പ്രാവർത്തികമാക്കാനായി സ്വയം ബലിയൊടുക്കാൻ തുനിഞ്ഞ് വരുണദേവനെ സന്തോഷിപ്പിച്ച് അവനൊരു ജീവിതം കൊടുക്കുമാറാക്കിയവൻ. അത്രയും കരുണയുള്ള മഹാൻ നമ്മുടെ രാമനെ മാത്രം അദ്ദേഹത്തിന്റെ കരുണയിൽ കാത്തു രക്ഷിക്കാതിരിക്കുമോ? ഗുരുദേവ, കൗസല്യ, വിശ്വാമിത്രനോടൊപ്പം അയക്കാൻ പറഞ്ഞത് അദ്ദേഹത്തിനത് സഹായകരമായിരിക്കാൻ മാത്രമല്ല, രാമന്റെ അവതാര ലക്ഷ്യങ്ങളും തുടങ്ങിവെക്കാനും കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവതാര ലക്ഷ്യമോ? അതെന്താണ് സ്വാമി? അത് ദേവരഹസ്യം. ദേവരഹസ്യങ്ങൾ നടക്കുന്നതിനു മുമ്പ് പുറത്തു പറയുന്നത് ജ്ഞാനികൾക്ക് ചേർന്നതല്ല. രാമനെ പറഞ്ഞയച്ചാലും അവൻ തിരികെ വരുമ്പോൾ എന്റെ വാക്കുകളുടെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാകും. ശരി, ഗുരുദേവന്റെ ആഗ്രഹപ്രകാരം തന്നെ ചെയ്യാം. കൈകേയി സമ്മതിച്ചു കഴിഞ്ഞാൽ അത് മറ്റിരുവരും സമ്മതിച്ചതുപോലെ തന്നെയാണ്. പിതാവേ, എന്താ ഇത്? എന്തോ സംസാരിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഞങ്ങൾ വന്ന ഉടനെ മൗനമായിട്ടിരിക്കുകയാണല്ലോ. വേറൊന്നുമില്ല രാമ. അത് പിന്നെ വിശ്വാമിത്രന്റെ യാഗത്തെ സംരക്ഷിക്കാൻ എന്നെ അയക്കാമെന്ന് വാക്കുകൊടുത്തിട്ട് അമ്മമാരുടെ അനുവാദം ചോദിക്കാൻ വന്നിരിക്കുകയല്ലേ? ഇവിടെ ആ ചർച്ച നടക്കുന്ന സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ എല്ലാവരും മൗനത്തിലാണ്ടിരിക്കുന്നു. രാമ, ഞാൻ വിശ്വാമിത്രന് വാക്കുകൊടുത്തത് നിനക്കെങ്ങനെ അറിയാം? മഹാമന്ത്രി പറഞ്ഞു. ഉടനെ ഭരതൻ എനിക്ക് തുണയായി വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. എനിക്ക് താഴെ മൂത്തവൻ നീയാണ്. ആയതിനാൽ നീ ശത്രുഘ്നനോടൊപ്പം പിതാവിന് തുണയായി നിൽക്കൂ. ഞാൻ ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ട് പിതാവിന്റെ കൽപ്പനപ്രകാരം മുനിവര്യന് തുണയായി പോയി വരാം എന്നു പറഞ്ഞുകൊണ്ട് ഭരതനെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരികയാണ്. നീ ചെയ്തത് നല്ല കാര്യമാണ് പുത്ര. എങ്ങനെയാണോ വസിഷ്ഠ മഹർഷി നമ്മുടെ ദേവിമാരെ സമാധാനിപ്പിച്ചത്, അതുപോലെ നീ അനുജൻ ഭരതനെയും സമാധാനിപ്പിച്ചിരിക്കുന്നു. വന്നാലും എല്ലാവരും ചേർന്ന് വിശ്വാമിത്രനോടൊപ്പം രാമലക്ഷ്മണന്മാരെ യാത്രയാക്കാം. വരൂ രാമ.
സ്വാമി, എന്റെ ഇരു നേത്രങ്ങളെയും ഏൽപ്പിക്കുന്നത് പോലെ എന്റെ പുത്രന്മാരായ രാമലക്ഷ്മണന്മാരെ അങ്ങേ ഏൽപ്പിക്കുകയാണ്. ദശരഥ, ഞാൻ കൺപോളകളായി നിന്ന് നിന്റെ കൺമണികളെ കാത്തു സൂക്ഷിച്ചോളാം. ഭയപ്പെടണ്ട. രാമ, ലക്ഷ്മണ, വന്നാലും. പ്രിയപ്പെട്ട പിതാവേ, സ്നേഹനിധിയായ മാതാക്കളെ, അനുജന്മാരെ, ഞങ്ങളുടെ ജീവിതമാർഗത്തിന് വഴികാട്ടിയായ ഗുരുദേവ, നിങ്ങളെല്ലാവരും ഞങ്ങളെ അനുഗ്രഹിച്ച യാത്രയാക്കിയാലും അനുഗ്രഹിച്ചാലും രാമ, ലക്ഷ്മണ, പിതാവേ